സോ തുടർച്ചയായി രണ്ടാം തവണയും സ്പാനിഷ് സൂപ്പർ കപ്പ് ചാമ്പ്യന്മാരായി ബാഴ്സലോണ അല്ലേ. കളിയിൽ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റയർലി അടിപൊളി കളി തന്നെയായിരുന്നു സത്യം പറഞ്ഞാൽ അല്ലേ. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ ഇഞ്ചുറി ടൈമൊക്കെ റയൽ അടിക്കുന്നു, ബാഴ്സ അടിക്കുന്നു, റയൽ അടിക്കുന്നു, അടിപൊളി തന്നെയായിരുന്നു. പിന്നെ റഫീഞ്ഞ 2 ഗോളുകളാണ്. ഇനി കൂടുതലും പറയാനില്ല, കാരണം കഴിഞ്ഞ എൽ ക്ലാസിക്കോ എന്തുകൊണ്ടാണ് തോറ്റതെന്നുള്ളതിനൊക്കെ ഒരു ഉത്തരമാണ് സത്യം പറഞ്ഞാൽ ഈ റഫീഞ്ഞ. എൽ ക്ലാസിക്കോയിൽ റഫീഞ്ഞ ഇല്ലായിരുന്നു, അതുപോലെ തന്നെ യുവാൻ ഗാർസി ഇല്ലായിരുന്നു. യുവാൻ ഗാർസിയൊക്കെ നല്ലൊരു പെർഫോമൻസ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ പേഴ്സണലി എനിക്ക് എടുത്ത് പറയാൻ തോന്നുന്നത് വെച്ചാൽ ഫ്രങ്കി ഡിയോങ്. ആ റെഡ് കാർഡ് ഒഴിച്ച് കഴിഞ്ഞാൽ എൻ്റയർലി ഗെയിം ഫുൾ കൺട്രോൾ ചെയ്തിരുന്നത് ഫ്രങ്കി ഡിയോങ് ആയിരുന്നു കേട്ടോ. നമ്മളെപ്പോഴും കുറ്റം പറയും എന്ത് ഗോളില്ല, അസിസ്റ്റ് ഇല്ല, അതില്ല. പക്ഷെ അതല്ല മൂപ്പര കളി. ആളുടെ കളി എന്ന് പറയുന്നത് ഇതാണ്. എൻ്റയർലി നമ്മളെ ബുസ്കറ്റ്സൊക്കെ ഉള്ള പോലെ, കമ്പയറിങ് അല്ല, പക്ഷേ ബുസ്കറ്റ്സൊക്കെ ഉള്ള പോലെ ഗോൾ അസിസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ കൺട്രോൾ ചെയ്യും എന്നുള്ളതാണ്. അതാണ് ഫ്രങ്കി ഡിയോങ് എന്നുള്ളത്. വളരെ ക്ലാസ് പെർഫോമൻസ് തന്നെയായിരുന്നു കേട്ടോ അന്നേരം ഉണ്ടായിരുന്നത്. എൻ്റയർലി ബാഴ്സലോണ സ്കോഡ് മൊത്തം അടിപൊളി കളി തന്നെയായിരുന്നു. സോ കഴിഞ്ഞ 3 ഫൈനലുകൾ റയലിനെ തോൽപ്പിച്ചിട്ടാണ് ബാഴ്സലോണ കപ്പടിച്ചിട്ടുള്ളത് കേട്ടോ. എനിവേ, ബിസ്കാൽ ബാർസ.